ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ടൂറിൻ്റെ 3rd ഡേ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ യാത്ര തുടങ്ങി. നമ്മളിപ്പോൾ ടൂർ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രാവിലെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും ആ തണുപ്പൊക്കെ മാറി നല്ല ചൂടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീസിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇന്ന് വളരെ ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മൾക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ രാവിലെ തന്നെ ആദ്യം പോകുന്നത് ഒളിമ്പിയ എന്നുള്ളൊരു സ്ഥലത്തോട്ടാണ്. ഒളിമ്പിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ റൂട്ട് തന്നെ അവിടെയാണ്. റിലീജിയസ് ആയിട്ടും പൊളിറ്റിക്കലായിട്ടും അതുപോലെ തന്നെ സ്പോർട്സ് ട്രഡീഷനും ഒക്കെ എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു BC 1000 yearsന് മുമ്പ് തന്നെ ഇവിടെ ഈ സിവിലൈസേഷൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പാണ്. ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇനി നടന്നു പോയിട്ടാണ് ഒളിമ്പിക്സൊക്കെ നടന്ന സ്റ്റേഡിയവും അതൊക്കെ കാണാനായിട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ മൈലുകൾ നടന്ന് കാണാനുള്ളതുണ്ട്. പക്ഷേ നമ്മൾക്ക് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടാൽ തീരില്ല. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ മാത്രമാണ് നമ്മളിന്ന് കാണുകയുള്ളൂ. അപ്പോൾ ഈ ഒളിമ്പിക്സ് എന്നുള്ള പേര് വന്നത് തന്നെ മൗണ്ട് ഒളിമ്പസിൽ നിന്നാണ്. മൗണ്ട് ഒളിമ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീസിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടനാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒളിമ്പിക്സ് തുടങ്ങിയ സ്ഥലമാണിത്. ഗ്രീസിൽ ഒളിമ്പിയ എന്നുള്ളൊരു സ്ഥലത്ത് 776 BCയിലാണ് ആദ്യമായിട്ട് ഇവിടെ ഒളിമ്പിക്സ് നടത്തിയത്. അത് പിന്നെ AD 4th century വരെ ഇവിടെ എവറി 4 years കൂടുമ്പോൾ ഒളിമ്പിക്സ് നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു 19th century ഒക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു ഗ്ലോബലാക്കി ഒളിമ്പിക്സ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒളിമ്പിക്സ് നടന്നത്. ഇപ്പോഴും അതിൻ്റെ ആ പൊട്ടിപ്പോയ കോളംസും കല്ലുകളും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, ഗ്രീസിലുള്ളവർക്ക് ഒരുപാട് ഗാഡസസൊക്കെ ഉണ്ടായിരുന്നു. അവർ ഗ്രീക്ക് മെത്തോളജിയിൽ വിശ്വസിച്ചിട്ടുള്ളവരായിരുന്നു. അപ്പോൾ ഗാഡ് സിയൂസിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവലായിരുന്നു ഈ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഗ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സിറ്റി സ്റ്റേറ്റുകളും ചേർന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ സിറ്റി സ്റ്റേറ്റുകൾ തമ്മിൽ എപ്പോഴും വാറായിരുന്നു. അപ്പോൾ ഇവർ ഈ ഗാഡ്സിനെയൊക്കെ വർഷിപ്പ് ചെയ്തുകൊണ്ട് ഇവരുടെ മനസ്സമാധാനത്തിനായിട്ട് അങ്ങനെയാണ് വർഷിപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒളിമ്പിക്സ് അവിടെ തുടങ്ങിയത്. To have the Greek people not fight so much. അപ്പോൾ ഇവിടെ നടന്ന് കാണാനായിട്ട് ഒരുപാട് മൈൽസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളിവിടെ കാണുന്ന അതൊക്കെ ഒരു 10,000-3000 വർഷം പഴക്കമുള്ളതാണ്. അതൊരു 1000 years കൊണ്ട് പണിതെടുത്ത ബിൽഡിങ്സിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു 750 ബിൽഡിങ്സ് തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഒരു 70 ടെമ്പിൾസ് ആയിരുന്നു. പിന്നെ ആൾട്ടേഴ്സ് ഉണ്ടായിരുന്നു, സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു. ഈ ഗാഡ്സിനെയൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്ട്രക്ചേഴ്സും ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കാണുന്ന കോളംസ് കണ്ടോ, ഈ ഭാഗത്താണ് ഈ ഗെയിമിൽ പങ്കെടുക്കുന്ന ആത്ലീറ്റ്സിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒളിമ്പിക്സ് 3000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുമ്പോൾ അതിൽ ഒരു 20 പേരാണ് പങ്കെടുത്തുള്ളൂ. അതുപോലെ തന്നെ 200 meters ഓട്ടമായിരുന്നു. അത് ഒരു ദിവസത്തെ ഗെയിമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ ഗെയിം ഒത്തിരി പോപ്പുലറായി കഴിഞ്ഞപ്പോഴാണ് ഗ്രീസിലുള്ള മറ്റ് സിറ്റി സ്റ്റേറ്റുകളിലുള്ള ആളുകളും ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനെത്തി. നമ്മൾ ഈ കാണുന്ന ആർച്ച് കണ്ടോ, അതിനടിയിൽ കൂടിയാണ് ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള എത്തിയിട്ടുള്ള ആത്ലീറ്റ്സ് കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ആർച്ചിനടുത്ത് വെച്ച് ഒരു റീൽസൊക്കെ എടുത്തു, പിന്നെ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. അപ്പോൾ ഇനി നമുക്ക് സ്റ്റേഡിയം കാണാനായിട്ട് പോകാം. അപ്പോൾ സ്റ്റേഡിയം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സ്റ്റേഡിയം ഒന്നും പ്രതീക്ഷിച്ചേക്കല്ല. ഇപ്പോഴത്തെ കാലത്തെ പോലെയൊക്കെ ഒരു 3000 വർഷം മുമ്പ് ഉണ്ടായിരുന്നത് ആണെന്ന് ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ ഗാലറിയൊക്കെ ക്ലേ കൊണ്ടുണ്ടാക്കിയതായിരുന്നു. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെ പ്ലേ ഗ്രൗണ്ടാണ്. എനിക്ക് ഇത് കണ്ടപ്പോൾ ശരിക്കും ഓർമ്മ വന്നത്.
അല്ലാതെ മറ്റൊന്നും അവിടെ ഒരു സ്റ്റേഡിയത്തിൻ്റേതായ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും വർഷം മുമ്പുള്ളൊരു സംഭവമായതുകൊണ്ട് നമുക്ക് ഒരത്ഭുതമൊക്കെ തോന്നും അവിടെ നിൽക്കാൻ പറ്റിയതിലും. 8th സെഞ്ച്വറി BC മുതൽ ഇവിടെ ഈ ഒളിമ്പിക്സ് തുടങ്ങിയിട്ട് പിന്നെ ഒരു 4th സെഞ്ച്വറി AD വരെ ഇവിടെ ഒളിമ്പിക്സ് നടന്നിരുന്നു എന്നുള്ളതാണ്. എവറി 4 years കൂടുമ്പോൾ. അപ്പോൾ ഒരു 10-50,000 പേര് ഈ ഗ്രീസിൻ്റെ പല ഭാഗത്തുനിന്നും വന്ന് ഇതിൽ പങ്കുചേർന്നിരുന്നു. അപ്പോൾ ഇവിടെ കാണാൻ വരുന്നതിൽ പലരും ഇവിടെ ഒന്ന് റൺ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒളിമ്പിക്സിൽ ആദ്യമായിട്ടൊക്കെ ഇവിടെയല്ലേ ആളുകൾ റൺ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ. അപ്പോൾ അവിടെ നിന്നപ്പോൾ എനിക്കും ഒന്ന് ഓടണമെന്നൊക്കെ തോന്നി. പക്ഷേ സ്ത്രീകൾ ആരും തന്നെ റൺ ചെയ്ത് കണ്ടില്ല. അപ്പോൾ എനിക്കൊരു മടിയായിപ്പോയി. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അതിലെ വിന്നേഴ്സിന് മെഡലൊന്നും കൊടുത്തിരുന്നില്ലെന്നുള്ളതാണ്. ഈ വിന്നേഴ്സിന് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന സിയൂസ് ടെമ്പിളിനടുത്ത് നിന്ന ഒരു സീക്രട്ടായിട്ടുള്ള ഒലീവ് ട്രീയുടെ ബ്രാഞ്ച് കൊണ്ട്, അതിൻ്റെ ലീവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റീത്ത്, അതാണ് വിന്നേഴ്സിന് കൊടുത്തിരുന്നത്. ഒലീവ് ലീവ്സ് കൊണ്ടുണ്ടാക്കിയ റീത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഒളിമ്പിക്സ് ആദ്യമായിട്ട് 776 BCയിൽ തുടങ്ങുമ്പോൾ ഒരു 200 മീറ്റർ ഓട്ടമത്സരം ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു 20 പേര് പങ്കെടുത്തതായിരുന്നു. ഒരു ദിവസത്തെ ഫെസ്റ്റിവലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയുള്ള ഒരു 200 വർഷത്തേക്ക് അങ്ങനെയായിരുന്നു. 4 വർഷം കൂടുമ്പോൾ ഈ ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. അത് പിന്നെ ഒരു 1000 വർഷങ്ങൾ അങ്ങനെ ഒളിമ്പിക്സ് ഇവിടെ നടന്നുകൊണ്ടിരുന്നു. എവറി 4 years കൂടുമ്പോൾ. പിന്നെ അത് 1000 years കഴിഞ്ഞപ്പോൾ ഒരു 393 AD ആയപ്പോൾ റോമൻ ചക്രവർത്തിയായിരുന്ന തിയോഡിസിയസ് ആ ഒളിമ്പിക്സ് എല്ലാം നിർത്തലാക്കി എന്നുള്ളതാണ്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒളിമ്പിക്സ് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആയിരുന്നല്ലോ. അപ്പോൾ ക്രിസ്ത്യാനിറ്റി പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് അതെല്ലാം നിർത്തിക്കളഞ്ഞത്. പിന്നെ അത് ആരംഭിക്കുന്നത് ഒരു 18th സെഞ്ച്വറിയിലാണ്. പിന്നെയും ഒളിമ്പിക്സ് ഇവിടെ ആരംഭിച്ചു. ഈ ഒളിമ്പിക്സ് ഒരു ദിവസം എന്നുള്ളത് 5 days ആക്കി അത് മാറ്റി എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൽ ഒരുപാട് മത്സരങ്ങളും ഉൾപ്പെടുത്തി. ലോങ് ജമ്പ്, ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട്, റെസ്ലിങ്, ബോക്സിങ്, അങ്ങനെയുള്ളതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരിയറ്റ് റേസ് ആയിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാരിയറ്റ് ഓടിക്കുന്നവർക്കല്ല അവർ വിന്നേഴ്സ് ആക്കുന്നത്. അതിൻ്റെ ഉടമസ്ഥരാരാണോ ആ കുതിരവണ്ടിയുടെ ഉടമസ്ഥരാണ് വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന കിങ് ഫിലിപ്പ് ഈ ചാരിയറ്റ് റേസിൽ വിന്നറാവുകയും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഫിലിപ്പോൺ എന്നുള്ള ടെമ്പിൾ ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ കിങ് ഫിലിപ്പ് അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഫാദറായിരുന്നു. കിങ് ഫിലിപ്പിന് ഈ ടെമ്പിൾ പൂർത്തിയാക്കാൻ പറ്റിയില്ല. പിന്നെ അലക്സാണ്ടർ ദ ഗ്രേറ്റാണ് അത് പൂർത്തിയാക്കിയത്. അപ്പോൾ നമ്മളവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. പിന്നെ അന്നത്തെ കാലത്ത് ഒളിമ്പിക്സിലൊന്നും സ്ത്രീകളെ പങ്കെടുപ്പിച്ചിരുന്നില്ല. പുരുഷന്മാരാകട്ടെ വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ നേക്കഡായിട്ടായിരുന്നു ഈ ഗെയിമിലൊക്കെ പങ്കെടുത്തിരുന്നത്. അപ്പോൾ ഇതൊരു റിലീജിയസ് സാങ്ച്വറി ആയിരുന്നു. ഗാഡ് സിയൂസിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിലീജിയസ് ഫെസ്റ്റിവലായിരുന്നു ഈ ഒളിമ്പിക്സ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഗാഡ് സിയൂസിൻ്റെ ടെമ്പിളാണ്. പക്ഷേ അത് എർത്ത്ക്വേക്ക് കൊണ്ടും വാർ കൊണ്ടൊക്കെ നശിച്ചു പോയി. അപ്പോൾ ഈ ഗാഡ് സിയൂസിൻ്റെ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെമ്പിളായിരുന്നു. കാരണം അതിനകത്ത് ഗാഡ് സിയൂസിൻ്റെ ഒരു സ്റ്റാച്ചു കണ്ടോ. ഇത് ഐവറി കൊണ്ടും ഗോൾഡ് കൊണ്ടും ഉണ്ടാക്കിയ സ്റ്റാച്ചു ആയിരുന്നു. ഇപ്പോഴിത് ഇവിടെ ഇല്ല. ഈ സ്റ്റാച്ചു ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ എന്ന് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് എർത്ത്ക്വേക്ക് കൊണ്ടും വാർ കൊണ്ടൊക്കെ നശിച്ചു പോയി ഒരു 5th സെഞ്ച്വറി ആയപ്പോഴേക്കും. അപ്പോൾ ആ സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ 7 wonders ഓഫ് ദ ഏൻഷ്യൻ്റ് വേൾഡാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 41 feet
ഉയരത്തിലുള്ള സിയൂസിൻ്റെ ഒരു സ്റ്റാച്ചു ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുണ്ടാക്കിയ സ്കൾപ്ചർ ആരായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഡിയസ് എന്നുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പായിരുന്നു ഇവിടെ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഒരു AD 3rd സെഞ്ച്വറി ആയപ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ മുകളിലായിട്ട് ബെസൻറ്റൈൻ ചർച്ച് പണിതു. അത് റോമൻസാണ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ റോമൻസാണ് ബെസൻറ്റൈൻ ചർച്ച് ഇവിടെ പണിതത്. പിന്നെ ഈ എർത്ത് വാറുകളും ഒക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും നശിച്ചു പോയി. എങ്കിലും ഇത്രയൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ആളുകളെ കണ്ടോ, അവരൊക്കെ ഈ സ്ഥലം കാണാനായിട്ട് വരുന്നവരാണ്. ഒരുപാട് തിരക്കുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ടിക്കറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗാഡ് സിയൂസിൻ്റെ വൈഫായിട്ടുള്ള ഗാഡസ് ഹേറയുടെ ടെമ്പിൾ കാണാനാണ്. ഇതാണ് ആ ടെമ്പിളിൻ്റെ ഭാഗങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ഒളിമ്പിക്സ് നടക്കുമ്പോഴും ഇവിടെ നിന്നാണ് അതിൻ്റെ ദീപശിഖ കത്തിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഒളിമ്പിക്സ് നടന്നാലും അതിൻ്റെ ആ ഒളിമ്പിക് ഫ്ലെയിം ലിറ്റ് ചെയ്യുന്നത് ഈ ഹീറ ടെമ്പിളിൻ്റെ റൂയിൻസിൻ്റെ ഫ്രണ്ടിൽ വെച്ചായിരിക്കും. കണ്ടോ, ഈ ആൾട്ടർ ഇവിടെ വെച്ചായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2024 പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൻ്റെ ഈ ഒളിമ്പിക് ഫ്ലെയിം ഇവിടെ April 16 ലിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഗ്രീസിൽ ഒളിമ്പിക്സ് നടന്നത് 2004 അത് ആത്തൻസിൽ വെച്ചായിരുന്നു. അപ്പോൾ ഈ ഒളിമ്പിക്സ് പാരീസിൽ വെച്ചാണല്ലോ. അവിടെ ഏകദേശം ഒരു 10,000ഓളം ആത്ലീറ്റ്സ് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് ഒരു 32 ഐറ്റംസ് ഉണ്ടെന്നുള്ളതാണ്. നമ്മളിനി ഒരു മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മ്യൂസിയത്തിലേക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഇതാണ് മ്യൂസിയം. അപ്പോൾ ഇത് മറ്റൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. ഇതാണ് ആർക്കിയോളജിക്കൽ മ്യൂസിയം ഓഫ് ഒളിമ്പിയ. അപ്പോൾ ഇവിടെ കണ്ടെത്തിയിട്ടുള്ള മിക്കവാറും കാര്യങ്ങളൊക്കെ സിയൂസ് ടെമ്പിളിൻ്റെ ചുറ്റുന്ന് കണ്ടെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ ആ ബ്രോൺസ് ഏജിൽ ഉള്ളതാണെന്ന് ഓർക്കണം. ബ്രോൺസ് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പല കാലഘട്ടങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ സ്റ്റോൺ ഏജ് കഴിഞ്ഞിട്ടാണ് ബ്രോൺസ് ഏജ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അയൺ ഏജ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ബ്രോൺസ് ഏജിൻ്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു BC 3000 മുതൽ BC 1200 വരെയാണ് ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുണ്ടാക്കിയിരുന്ന വെപ്പൺസും അവരുടെ ടൂൾസും ഒക്കെ ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ബ്രോൺസ് ഏജ് വേൾഡിലെ പല സ്ഥലങ്ങളിലും പല കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. ഇപ്പോൾ ഗ്രീസിൽ ഒക്കെ ബ്രോൺസ് ഏജ് BC 3000 യൂറോപ്പിൽ അതൊരു BC 1900 അവരുടെ പുരോഗമനം. അപ്പോഴാണ് കുറച്ചുകൂടി ആ സ്റ്റോൺ ഏജിൽ നിന്ന് ബ്രോൺസ് ഏജിലേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ വെപ്പൺസും ടൂൾസും ഒക്കെ നമ്മുടെ ഇന്ത്യയിലും ഏകദേശം 3000 BC സ്റ്റോൺ ഏജിൽ നിന്ന് ബ്രോൺസ് ഏജിലേക്ക് ആയി എന്നുള്ളതാണ്. ഈ കാണുന്ന ഹെൽമെറ്റുകൾ കണ്ടോ, അതൊക്കെ അവിടുത്തെ വാരിയേഴ്സ് അന്ന് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റാണ്. പ്രത്യേകിച്ച് സ്പാർട്ടയിലുള്ളവരാണ് ഈ ബ്രോൺസ് ഏജിൽ പേർഷ്യൻസുമായിട്ട് ഒരുപാട് ബാറ്റിൽസ് നടന്നിരുന്നു. അന്ന് ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റുകളാണത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോയിട്ട് വന്നത് ഒളിമ്പിയയിലുള്ള ഒളിമ്പിക് സ്റ്റേഡിയമാണല്ലോ കാണാൻ പോയത്. നമ്മളവിടെ കണ്ടു അല്ലേ, ഒരുപാട് ടെമ്പിൾസിൻ്റെ നശിച്ചു പോയ ഭാഗങ്ങളും എല്ലാം കണ്ടു അല്ലേ. 70 ടെമ്പിൾസ് അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഐക്കോണിക് ആയിട്ടുള്ള ആ സിയൂസ് ടെമ്പിൾ അവിടെയായിരുന്നു. അപ്പോൾ സിയൂസ് ടെമ്പിളിൻ്റെ ചുറ്റുമായിട്ട് കണ്ടെടുത്ത അവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്ത ഫിസിക്കൽ റിമെയിൻസ് ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ സിയൂസ് ടെമ്പിളിൻ്റെ മുകളിൽ നോക്കൂ, സിയൂസ് ടെമ്പിൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഇരുന്നത്. അതെല്ലാം സ്റ്റാച്യൂസൊക്കെ താഴെ വീണു ഉടഞ്ഞു പോയല്ലോ. അതിൻ്റെ ഭാഗങ്ങൾ കണ്ടെടുത്ത് അതൊക്കെ അതുപോലെ തന്നെ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ
ആ സിയൂസ് സാങ്ച്വറിയിൽ തന്നെ അവിടെ നിന്നാണല്ലോ നമ്മളിപ്പോൾ പോകുന്നത്. ആ ഒളിമ്പിക് സ്റ്റേഡിയവും അതുപോലെ തന്നെ 70 ടെമ്പിൾസും എല്ലാം ഉൾപ്പെടുന്ന ആ ജിംനേഷ്യവും സ്പോർട്സ് ട്രെയിനിങ് കൊടുത്തിരുന്ന സ്ഥലവും അതെല്ലാം ഉൾപ്പെടുന്ന ആ സാങ്ച്വറിയിൽ കണ്ടെത്തിയിട്ടുള്ള റിമെയിൻസൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ആ ടെമ്പിൾസിലുണ്ടായിരുന്ന ആ ഗാർഡിൻ്റെയും ഗാഡസസിൻ്റെയും എല്ലാം എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം തന്നെ ഒരു AD 19th സെഞ്ച്വറിയോട് കൂടിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മ്യൂസിയം തുടങ്ങുന്നത് 1888 AD അന്നാണ് ഈ മ്യൂസിയം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലെ ആർക്കിയോളജിസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഇവരൊക്കെ ഈ മണ്ണിൽ നിന്ന് ചുരണ്ടിയെടുക്കുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. പിന്നെ ഈ ഹിസ്റ്ററിയൊക്കെ വായിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അല്ലേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ കിടന്നിട്ടുള്ള എർത്ത്ക്വേക്കും വാറോ ഒക്കെ കാരണം ഇത് മണ്ണിനടിയിൽ ആയിപ്പോയതാണ്. അതൊക്കെ കണ്ടെടുത്ത് അതൊക്കെ റെസ്റ്റോർ ചെയ്ത് ഇനി വരുന്ന തലമുറയെല്ലാം മനസ്സിലാക്കി തരിക എന്തായിരുന്നു ഈ ലോകം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു. അപ്പം നമ്മളിനി ഈ കാണുന്നത് ഒരു ഏൻഷ്യൻ ഗ്രീക്ക് ഗാഡസ് ആയിട്ട് ഉണ്ടായിരുന്ന നൈക്കി എന്നുള്ള ഒരു ഗാഡസിൻ്റെ സ്റ്റാച്ചു ആണത്. അത് വിക്ടറിയുടെ ഗാഡസ് ആയിരുന്നു. അപ്പോൾ അത് ഒരു വിങ്ഡ് ആയിട്ടുള്ള സ്റ്റാച്ചു ആയിരുന്നു. അതിൻ്റെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു ആ സ്റ്റാച്ചു ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള എല്ലാ സ്റ്റാച്ചുവിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള അറിവോ അതുപോലെ സമയമോ എനിക്കില്ല. പിന്നെ നമ്മൾ ഈ കാണുന്നത് കണ്ടോ, അത് ഗാഡ് ഹെർമീസിൻ്റെ സ്റ്റാച്ചു ആണ്. അതിൻ്റെ റൈറ്റ് ആം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലെഫ്റ്റ് ആമിൽ ഇൻഫൻറ്റ് ഡയോനിസസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഹെർമീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാഡ് സിയൂസിൻ്റെ മകനായിരുന്നു. അതുപോലെ തന്നെ ഇൻഫൻറ്റ് ഡയോനിസസും ഗാഡ് സിയൂസിൻ്റെ മകനായിരുന്നു. അപ്പോൾ ഇതൊരു ഐക്കോണിക് സ്റ്റാച്ചു ആയതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു പിക്ചർ എടുക്കുന്നതാണ്. പിന്നെ ഇത് മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഒരു മാർബിൾ ബുള്ളാണ്. വോട്ടീവ് ഓഫറിങ് അറ്റ് ദ നിംഫിയം. പിന്നെ നമ്മൾ കാണുന്ന ഹെഡില്ലാത്ത ആ സ്റ്റാച്ചു കണ്ടോ, അത് റോം എംപയർ ആയിരുന്ന മാർക്കസ് ഓറിയലിയസ് ആണ്. അതിനടുത്ത് കാണുന്ന മറ്റൊരു റോം എംപയർ ആയിരുന്ന ഹാഡിയൻ പയോനിയസ് ആണ്. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇതൊരു റെസ്റ്റ് ഏരിയയാണ്. ആർക്കെങ്കിലുമൊക്കെ ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ പോകാം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ മുകളിൽ കണ്ടോ ഇങ്ങനെ ട്രീസൊക്കെ ഉണ്ട്. ഇത് കുറേ ഗ്രേപ്പ് പ്ലാന്റ്സ് ഇങ്ങനെ വളർത്തിയെടുത്തേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഷേഡി ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇന്ന് നമ്മളിവിടെ ഇരുന്നിട്ടാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇഷ്ടമായോ? അപ്പോൾ നമ്മളിവിടെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു 2 hours എടുക്കും. ഇന്നൊരു ലോങ് ഡേ ആണ്. നമ്മൾ രാവിലെ ഒരു 7:30 പുറപ്പെട്ടതാണ് അല്ലേ. എന്നിട്ട് ഒളിമ്പിയയിലുള്ള സിയൂസ് സാങ്ച്വറിയും അതിലുള്ള ഒളിമ്പിക് സ്റ്റേഡിയവും പിന്നെ ആർക്കിയോളജിക്കൽ മ്യൂസിയമൊക്കെ കണ്ടു. അപ്പോൾ ആ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള സാധനങ്ങളൊക്കെ ഒരു 1900 AD എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു 3000 years എന്താണ് ഇവിടുത്തെ സിവിലൈസേഷന് പഴക്കമുള്ളൂ. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ സിവിലൈസേഷൻ ഒരു 5000 years പഴക്കമുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ ആ മയൂരിയൻ എംപയറും ആ ചന്ദ്രഗുപ്ത മയൂര്യയുടെയൊക്കെ കാലത്താണ് ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഒക്കെ ജീവിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു 3rd centuryയിലാണ്. അതിൻ്റെയൊക്കെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പ്രതിമകളും ഒക്കെ എന്തുമാത്രം മണ്ണിനടിയിൽ കാണും. നമ്മുടെ നാഷണൽ എംബ്ലമായിട്ടുള്ള അശോകസ്തംഭയൊക്കെ എനിക്ക് തോന്നുന്നത് ആ മയൂരിയൻ എംപയറുടെ കാലത്ത് ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഇതുപോലെ 3000 5000 years പഴക്കമുള്ള റിമെയിൻസൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ആ ടൂറിസം വികസിപ്പിച്ചെടുക്കാൻ പറ്റും.
പ്രത്യേകിച്ചും ഇപ്പോൾ മിനിസ്റ്റർ സുരേഷ് ഗോപിയാണല്ലോ ടൂറിസത്തിൻ്റെ ചാർജ്. പുള്ളിയൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മുടെ ഇന്ത്യയെ, പ്രത്യേകിച്ച് കേരളത്തിനെ എങ്ങനെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രീസിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗത്തുകൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചതും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റിയോ ആൻറ്റീരിയോ ബ്രിഡ്ജാണ്. അത് വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് മൾട്ടി സ്പാൻ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു തൂക്കുപാലമാണത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീസിന് 2 പാർട്ടുകളുണ്ട്, മെയിൻലാൻഡും അതുപോലെ പെലപ്പണീസും. അപ്പോൾ ഈ മെയിൻലാൻഡിൻ്റെ ഗൾഫ് ഓഫ് കൊരിന്തും അതുപോലെ തന്നെ പെലപ്പണീസ് പെനിൻസുലയും തമ്മിൽ ബന്ധിച്ചിട്ടുള്ളതാണ് ഈ ബ്രിഡ്ജ്. അപ്പോൾ ഈ ബ്രിഡ്ജ് 3 കിലോമീറ്റേഴ്സ് ലോങ് ആണ്. അപ്പോൾ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 കരകളും തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. വർഷം 1 ഇഞ്ചൊക്കെയാണ് അകലുന്നുള്ളൂ. എങ്കിൽ തന്നെ അത് കുറച്ച് വർഷത്തിനകം ഈ ബ്രിഡ്ജ് താഴെ പോവാം അല്ലേ. അതുകൊണ്ട് ഈ ബ്രിഡ്ജ് സ്ട്രെച്ച് ചെയ്യാൻ പാകത്തിനാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഒരു 120 ഇയേഴ്സ് ഇത് എത്രയോ മീറ്ററുകൾ അകന്നു പോകും ഈ കരകൾ തമ്മിൽ. അപ്പോൾ അത്രയും സ്ട്രെച്ച് ചെയ്യാൻ പാകത്തിനാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അടുത്ത പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എർത്ത് ക്വേക്ക് മാഗ്നിറ്റ്യൂഡ് സ്കെയിലിൽ ഒരു 7.2 വരെയും പിടിച്ചു നിൽക്കാനുള്ള സ്ട്രെങ്തോടു കൂടിയാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയേക്കുന്നത്. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വിൻഡി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഏകദേശം ഒരു 70 മൈൽസ് പെർ ആൻ അവറിൽ ഉള്ള വിൻഡിലും ഇതിനൊന്നും പറ്റാത്ത രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെയും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജ് നിൽക്കുന്ന ആ സാൻഡില്ലേ, ഇതിൻ്റെ അടിയിലെ സാൻഡ് ഒട്ടും ഉറപ്പില്ലാത്തതായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം തരണം ചെയ്തുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ടെക്നോളജിയും പിന്നെ ഗ്രീസിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ഒരുപാട് നാളെടുത്തു. അവസാനം ഇത് ഓപ്പൺ ചെയ്തത് കഴിഞ്ഞ ഒളിമ്പിക്സ് 2004 ഗ്രീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിന് ഒരാഴ്ച മുമ്പാണ് ഈ ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തത് ആ ഒളിമ്പിക്സിലെ ടോർച്ച് ബെയറേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്രിഡ്ജിൽ കൂടി പോകുന്ന അത്രയും സമയം നമ്മുടെ ടൂർ ഗൈഡ് നമ്മളോട് ഈ ബ്രിഡ്ജിൻ്റെ ഓരോ പ്രോബ്ലത്തിനെ കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും എൻ്റെ ഉള്ളിലൊരു ഭയം തോന്നി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് പാലം കടക്കുവോളം നാരായണ നാരായണ അല്ലേ, പാലം കടന്നു കഴിയുമ്പോൾ നമ്മൾ മലയാളികളുടെ മട്ടൊക്കെ മാറും അല്ലേ. അപ്പോൾ ശരിക്കും ഞാൻ ആ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യമൊക്കെ അതിനിടയ്ക്ക് ചിന്തിച്ചു. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻജിനീയേഴ്സും അതിനൊരു കാലാവധി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ കാലാവധിയൊക്കെ കഴിഞ്ഞതാണ്. അതുപോലെയാണ് ഇപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ കാര്യം 120 ഇയേഴ്സ് എന്ന് അവർ പറയാൻ അതിനൊരു കാരണമുണ്ട്. അത്രയാണ് ആ പാലത്തിന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ, അത്രയും കരയകന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ കാലാവധി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാക്കേണ്ടതാണ്. അല്ലെങ്കിൽ എത്ര ആളുകളുടെ ജീവിതമാണ് പ്രശ്നത്തിലാവുന്നത്. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമ്മളിനി നടന്നിട്ട് ഈ മൗണ്ടൻ്റെ മുകളിലുള്ള ഒരു ഹണി ഫാമിലോട്ട് പോവുകയാണ്. മലയുടെ മുകളിലാണ് കേട്ടോ. അവിടെ ഒരു ബിൽഡിങ് കണ്ടോ, അവിടെയായിട്ടാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, നമ്മുടെ ടൂർ ഗ്രൂപ്പിലുള്ളവർ നടന്ന് കയറുന്ന കണ്ടോ, മല മുകളിലൊരു ബിൽഡിങ് കണ്ടോ, അവിടെയാണ് ഹണി ഫാം. അപ്പോൾ നമ്മൾ ഹണി ഫാമിലെത്തി. ഇവിടെ ഒത്തിരി പൂക്കളുള്ള സ്ഥലമാണ്. ഒലിവിൻ്റെ ഫ്ലവറിൽ നിന്നായിരിക്കും. അപ്പോൾ നല്ല ഹണിയായിരിക്കും. അവരെങ്ങനെയാണ് ഹണി ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചു തരും. നമുക്കത് ബിഗ് ഡീലൊന്നുമല്ല അല്ലേ. നമ്മൾ കേരളത്തിലൊക്കെ ഇത് കോമൺ അല്ലേ. മലയാറ്റൂർ പള്ളിക്ക് പോകുന്ന പോലെ ഉണ്ടായിരുന്നു. നടന്നു കയറിയപ്പോൾ നമ്മൾ വിഷമിച്ചു. ഇവിടെ വന്ന് ഒക്കെ Then we're going to get dressed like big people. We're going inside to see the bees and we're coming back here to taste the honey. Okay? Okay. If you need anything,
നമുക്ക് എല്ലായിടത്തും ചെല്ലുമ്പോൾ അവർ ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. You're here to have fun. എല്ലാവരും വൈറ്റ് സൂട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഗ്ലൗസ് ഒക്കെ വെയർ ചെയ്യുവാണ് സേഫ്റ്റിക്കായിട്ട്. എനിക്ക് ക്യൂൻ ബിയെ കാണണം. അപ്പോൾ നമ്മളെല്ലാവരും വൈറ്റ് സൂട്ടൊക്കെ വെയർ ചെയ്തു, ഗ്ലൗസ് ഒക്കെ വെയർ ചെയ്തു. ഇനി നമ്മൾ ബി ഫാമിലേക്ക് പോവുകയാണ്. നോക്കി എല്ലാവരും റെഡി ആയിരിക്കുന്നതാണല്ലോ. സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ എല്ലാം വെയർ ചെയ്തിട്ടാണ്. ഇതിലൊക്കെ ആയിരിക്കും. കണ്ടോ, ബീയൊക്കെ കയറി പോകുന്ന കാണാം. പക്ഷെ ബീ ഫാം ഇതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ വഴിക്ക് വെച്ചേക്കുന്നതാണ്. കണ്ടോ 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 പറക്കുന്നുണ്ടോ? കൊത്തില്ലെന്ന് ഓർക്കുക. ഏതായാലും സൂട്ടൊക്കെ ഇട്ടിട്ടില്ലേ. ചോദിച്ചത് എന്താന്ന് ഡിഫറെൻറ്റ് കളേഴ്സ് കണ്ടോ, ഗ്രീനൊക്കെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീസിൽ തിരിച്ച് വരുമ്പോൾ എൻ്റെ വീട് അറിയണ്ടേ, അതിന് വേണ്ടിയാണ് പല കളർ ബോക്സ് വെച്ചിരിക്കുന്നത്. So I'm going to show you the food, how they store the food inside. You will see colors. If you see colors, yellow, orange, it's pollen from the flowers, and the shiny stuff that you will see inside, it's the honey. Something like water. Okay, it's the honey. You see all that? Okay, it's pollen and honey. Okay. Pollen is the colors, and the shiny liquid is the honey. Okay. You see that? Okay, this is how they store their food. ഇവിടെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരുവാണ്. ഇത് വർക്കിംഗ് ബീ ആണ്. Okay, all worker bees. All worker bees. You see that? See the queen or no? The queen, yes, we will find the queen. Oh, okay. We don't. You see the little white? Oh yeah. I went because of that. So you're showing the queen? And what people do there? To get fruits and vegetables. Oh, that's the They queen. gather the was on pollen his from the friend. flowers. That's the queen. So I have a question. How come you are not wearing any bodysuit? Right there. But that's a half. Oh, okay. They always have several half-built cells ready. Oh no! If you open the beehive, I open this beehive every day, so he knows me, okay? Oh, okay. They have a problem. They can quickly make The oak honey. Again, flowers with thyme. Thyme honey, the most famous Greek honey. Fir honey and the oak honey. Okay. How you're going to eat? Take sticks from this jar, plastic sticks. Dip it on the honey, eat the honey, and then throw the stick away. അപ്പോൾ നമ്മൾ മൗണ്ടനൊക്കെ ഇറങ്ങി വരുവാണ് ഹണിയൊക്കെ വാങ്ങിയിട്ട് കേട്ടോ. കുറേ കുന്ന് കയറി കേട്ടോ. നമ്മൾ കുറേ ഹണി വാങ്ങി. പിന്നെ എനിക്ക് പിന്നെ ബീസ് വാക്സ് ആണെന്ന് തോന്നുന്നു. മുഖത്തൊക്കെ ഇച്ചിരി പെരട്ടണ്ടേ, നല്ല നല്ല ഭംഗിയൊക്കെ ആവുള്ളൂ. അതിനായിട്ട് നമ്മൾ മേടിച്ചതാണ്. ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, പക്ഷേ ഇത് നല്ല പ്യുവറായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിയത്. പക്ഷെ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗിൽ കൊള്ളില്ല. അതുകൊണ്ട് ഒത്തിരി ഒന്നും വാങ്ങിയില്ല കേട്ടോ. മഴയുണ്ട്, അതാണ് ഞാൻ ഈ അമ്പർല പിടിച്ചേക്കുന്നത്. ചെറുതായിട്ടേ ഉള്ളൂ, മഴ ചാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹണി ഫാം കണ്ടു കഴിഞ്ഞ് പിന്നെയും കുറേയും കൂടി ട്രാവൽ ചെയ്തു. ഇപ്പോൾ ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. ഇത് ഏജിയൻസിയുടെ കരയിലാണ് ഇരിക്കുന്നത്. നമുക്ക് സീഡ് എടുത്തോട്ട് പോകാം. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ സീഡ് അരിയത്തിരുന്നാണ് നമ്മളിന്ന് ഡിന്നർ കഴിക്കുന്നത്.
ഡിന്നറിന് ഓർഡർ ചെയ്ത് കലമാരിയാണ്. കലമാരി എന്ന് പറയുമ്പോൾ സ്ക്വിഡ് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് അഞ്ചോളിയാണ്, കൊഴുവ വറുത്തതാണെന്നാണ് തോന്നുന്നത്. ഫ്രൈസൊക്കെ ഉണ്ട്. ഈ പൂച്ചകളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലോട്ട് പോവുകയാണ്. അത് ഡൽഹി എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൗണ്ടൻ ടോപ്പ് ഹോട്ടലിലോട്ടാണ് പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടൈക്കനാലില്ലേ, അതിനോട് നല്ല സാമ്യമുള്ള സ്ഥലമാണ് ഈ ഡൽഹി. പക്ഷേ നമ്മളിപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും രാത്രി ഒരു 10 o'clock ഒക്കെ ആവും. അതുകൊണ്ട് എനിക്ക് ഹോട്ടലൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ അടുത്ത വീഡിയോയിൽ ഞാൻ ആ ഡൽഹിയും അവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ എപ്പിസോഡ് 4 ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2024 ഒളിമ്പിക്സ് ജൂലൈ 26 പാരീസിൽ വെച്ച് നടത്തുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് പോസ്റ്റ് ചെയ്യാം എന്നോർത്തിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്ത് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ നൗ.